നമുക്ക് മാർക്കറ്റിൻ്റെ കൂടുതൽ എക്സ്പേർട്ടും അനാലിസുമായി നമ്മുടെ റിസർച്ച് ഇൻ ഹൗസ് എക്സ്പേർട്ട് മിസ്റ്റർ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. Good morning, Vishnu. Good morning, viewers. സാർ, നമ്മൾ ഇന്നലെ US മാർക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് വലിയ തോതിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു മാർക്കറ്റാണ് നമ്മൾ കണ്ടത്. ട്രംപിൻ്റെ ആ ഒരു താരിഫ് നയങ്ങളുടെ ഒരു തീരുമാനമൊക്കെ വന്നതിന് ശേഷം വലിയ തോതിലുള്ള ഒരു സെൽ ഓഫ് ആണ് ഇതിനെ മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. റിസ്കി ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് പോലെയുള്ള അസറ്റിൽ നിന്ന് ഒരു വിൽപ്പന നടക്കുകയും മറ്റ് സേഫസ്റ്റായ അസറ്റിലോട്ടൊരു മാറ്റം നിക്ഷേപകർ ഇന്നലെ പെട്ടെന്ന് ഈ ഒരു ട്രംപിൻ്റെ താരിഫ് നെഗറ്റീവായ തുടർന്ന് തന്നെ നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. US മാർക്കറ്റിലോട്ട് നമുക്ക് ഒരു ട്രേഡിംഗ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് US മാർക്കറ്റിൽ ഇന്നലെ ഇടിവെന്ന് പറയുന്നത് ഡൗ ജോൺസ് ഏകദേശം 3.9% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. S&Pയിൽ നമുക്ക് കാണാൻ സാധിച്ചത് 4.84% ഇടിവും. നാസ്ഡാക്കിൽ വലിയ തോതിൽ ഇതിൽ നിന്നൊക്കെ നാസ്ഡാക്കാണ് ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയത്. ഏകദേശം 5.97% ഒരു ഇടിവുമാണ് കണ്ടത്. US മാർക്കറ്റിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ഓൾറെഡി ഡൗ ജോൺസ് ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സ് രണ്ടും ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയിരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് എസ്പെഷ്യലി ഡൗ ജോൺസ് ഇൻഡെക്സിൽ നല്ലൊരു റിക്കവറി ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. ബട്ട് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 42,700 ഒരു വളരെ മികച്ച ഒരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ. അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്ക നിമിഷങ്ങളിൽ തന്നെ നമുക്കൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ബോത്ത് നാസ്ഡാക്ക് ഇൻഡെക്സ് ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചത്. ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇനിയിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 40,000 പോയിന്റിലാണ്. സോ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സി ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ കുറെ കൂടെ വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. കാര്യം നാസ്ഡാക്ക് ഇൻഡെക്സ് അതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സപ്പോർട്ട് ലെവൽ 18,800 ആയിരുന്നു. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്തു. ആൻഡ് എക്സെപ്റ്റ് ഫോർ ടെസ്ല, നമ്മൾ മറ്റേ മാഗ്നിഫിഷ്യന്റ് 7 നോക്കുമ്പോഴേക്കും ആമസോൺ ആവട്ടെ, മൈക്രോസോഫ്റ്റ് ആവട്ടെ, മെറ്റ ആവട്ടെ, ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ആവട്ടെ മുതലായ എല്ലാ സ്റ്റോക്സിലും നമുക്ക് ഇന്നലെ വലിയൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി ഇന്നലെ നമ്മൾ ടെസ്ലയിൽ ഒരു നേരിയ ഒരു ഇടിവ് കണ്ടിട്ടുണ്ടെങ്കിലും ടെസ്ലയുടെ അണ്ടർ ടോൺ ഇപ്പോഴും ബുള്ളിഷായി മാറുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടെസ്ലയ്ക്ക് അടുത്ത 3 സെഷൻസിൽ $300 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ടെസ്ലയിൽ നമുക്കൊരു റിവേഴ്സൽ തന്നെ കാണാൻ സാധിക്കും. സാർ, നമുക്കിനി കമ്മോഡിറ്റി മാർക്കറ്റിലോട്ടൊന്ന് വരാം. കമ്മോഡിറ്റി മാർക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്രെൻഡ് ക്രൂഡ് നോക്കുമ്പോൾ ഏകദേശം 0.5% മുകളിലേക്കുള്ള ഒരു ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ക്രൂഡ് ഓയിലും ഇത്തരത്തിലുള്ള ഒരു ഇടിവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 0.5% ഒരു ഇടിവ് തന്നെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ക്രൂഡിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ 3-4 സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 71 മുതൽ $72 ആ ഒരു റേഞ്ച് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും ഇന്നലത്തെ ഹയസ്റ്റ് ലെവൽ $72.78 ആയിരുന്നു. അതിനുശേഷമായിരുന്നു നമുക്ക് ക്രൂഡിന്റെ കേസിൽ ഒരു അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചത്. സോ ഇന്നും പ്രോഫിറ്റ് ടേക്കിംഗ് തുടരുന്നുണ്ടെങ്കിൽ നമ്മൾ 69 മുതൽ $70 സപ്പോർട്ട് ലെവലായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സാർ, ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗോൾഡും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 0.5% ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 3095 എന്നുള്ളൊരു ലെവലിലാണ് ഇപ്പോൾ ഗോൾഡ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ഇന്നലെ വീണ്ടും നമുക്ക് ഹെവി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. സ്വർണം വീണ്ടും ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ $3,190 വരെ എത്തിയിരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. സ്വർണത്തിന്റെ കേസിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് $3,232 ലെവലിലാണ് കാണുന്നത്. സ്വർണത്തിന്റെ കേസിൽ ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നിലനിർത്തേണ്ട സ്റ്റോപ്പ് $3,110 സാർ, നമുക്ക് ആഭ്യന്തര മാർക്കറ്റിലോട്ടൊന്ന് വരാം. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഒരു സമ്മിശ്രമായൊരു പ്രതികരണമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50 നോക്കുമ്പോൾ ഏകദേശം 0.35% ഒരു ഇടിവിൽ, അതായത് 82 പോയിന്റിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 23,250 എന്നുള്ളൊരു ക്ലോസിംഗ് ആണ് നമുക്കുണ്ടായിരുന്നത്. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു ഫസ്റ്റ് 50 മിനിറ്റ്സ് ക്യാൻഡിൽ നോക്കുമ്പോൾ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ വലിയ തോതിലുള്ള ഒരു ബൈയിങ് നടന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ചെറിയ രീതിയിലുള്ള ഒരു അപ്സൈഡ് മാത്രമാണ് മാർക്കറ്റ് എടുത്തത്. അതിനുശേഷം ഒരു സൈഡ് വൈസ് രീതിയിലോട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നലെ ഒരു 10 മണിക്ക് ശേഷമാണ് ഇന്നലത്തെ ഒരു ഇൻട്രാഡേ ഹൈ നമുക്ക് ടച്ച് ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 23,306 എന്നൊരു ലെവലുമാണ് ഇന്നലെ ഇൻട്രാഡേ ഹൈ ആയിട്ടും രേഖപ്പെടുത്തിയത്. ഈ ഒരു നിഫ്റ്റി 50യിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്?
നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. സോ വരും സെഷൻസിൽ ഇന്നലെ സർപ്രൈസിംഗ്ലി ഞാൻ എക്സ്പെക്ട് ചെയ്ത തുടക്കം ആരംഭത്തിൽ നമ്മളൊരു സെൽ ഓഫ് കാണുമെന്ന, ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നിഫ്റ്റി 50ക്ക് 23,100 പോയിന്റിൽ ഒരു നല്ല സപ്പോർട്ട് ബേസ് ഫോം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിലും നമ്മൾ ഓപ്പണിംഗ് നിമിഷങ്ങളിൽ ഈ ഒരു സപ്പോർട്ട് തന്നെ ആയിരിക്കണം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. 23,100 ആ ഒരു സപ്പോർട്ട് നിലനിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി 50യിൽ ഒരു റിക്കവറി എക്സ്പെക്ട് ചെയ്യാം. ബട്ട് നിഫ്റ്റി 50യിൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ 23,500 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ 249 പോയിന്റിൻ്റെ ഒരു നേട്ടം ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തിയിരുന്നു. 0.49% ഒരു നേട്ടമാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. ഇന്നലത്തെ ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഗ്രാജുവൽ ആയിട്ട് ഒരു അപ്വേഡ് തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ കാണാൻ സാധിച്ചത്. ഏതായാലും ഇന്നലത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഇൻട്രാഡേ ഹൈ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 51,661 എന്നൊരു ലെവലിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ സാറിന് വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 50,700 ആൻഡ് മേജർ റെസിസ്റ്റൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്നത് 51,800 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് അവിടെ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 600-700 പോയിന്റിന്റെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സാർ, ഇനി സ്റ്റോക്കിൻ ഫോക്കസിലോട്ട് വരുമ്പോഴേക്ക് ആദ്യം ചോദിക്കാനുള്ളത് ലൂബിനെ പറ്റിയാണ്. ലൂബിൻ നമ്മൾ ഇന്നലത്തെ നോക്കുമ്പോൾ ആ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്കുകൾക്കൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു നേട്ടം നമ്മൾ കണ്ടതാണ്. എന്നാലും ലൂബിൻ ഇന്നലെ ഏകദേശം 4.2% ഒരു മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിലത്തെ ഒരു ട്രേഡിംഗ് പ്രൈസ് നോക്കുമ്പോൾ 2095 എന്നുള്ള ഒരു ട്രേഡിംഗ് പ്രൈസുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലൂബിനിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നമ്മൾ ഇന്നലെ ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഓപ്പണിംഗ് നിമിഷങ്ങളിൽ കാണാൻ സാധിച്ചത്. ബട്ട് അതിനുശേഷം ആ നേട്ടമൊന്നും ഫാർമ ഇൻഡെക്സിന് നിലനിർത്താൻ സാധിച്ചില്ല. പല മേജർ ഫാർമ സ്റ്റോക്സ് നോക്കുമ്പോൾ അതേ പാറ്റേണും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലൂപ്പിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഇന്നലത്തെ ട്രേഡിൽ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിച്ചിരുന്നു, ബട്ട് ആ ഒരു ഗെയിൻസ് ഒന്നും തന്നെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 1,920 രൂപ ആൻഡ് ആസ് എ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2,160. 2,160ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കും. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡ് ആണ്. സ്റ്റോക്കിനെ പറ്റി നമുക്ക് ഇന്നൊരു ന്യൂസ് ലഭ്യമായിട്ടുണ്ട്. കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ജൂപ്പിറ്റർ ട്രാവാങ്കോങ് റെയിൽവേസിൽ നമുക്ക് ആ ഒരു ഫാക്ടറി നോക്കുമ്പോഴത്തേക്കും അവർ ഒഡീഷയിൽ ബോർദയിൽ ഭൂമി ഏറ്റെടുത്തു എന്നുള്ളൊരു വാർത്ത നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഏതായാലും ഇതൊരു ഘട്ടം ഘട്ടമായുള്ള ഒരു 2,500 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതിയാണ്. അതായത് ഒരു പ്ലാന്റ് നിർമ്മിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഭൂമി ഏറ്റെടുക്കൽ നടത്തിയിരിക്കുന്നത്. നമുക്ക് ജൂപ്പിറ്റർ വാഗൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 1.47% ഒരു നേട്ടമാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. സ്റ്റോക്ക് കഴിഞ്ഞൊരു മന്ത്ലി പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു ജനുവരി ഫെബ്രുവരിയിലൊക്കെ വലിയ തോതിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിയ സ്റ്റോക്കാണ്. ഏകദേശം 20%-ൻ്റെയും 27%-ൻ്റെയൊക്കെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ കഴിഞ്ഞ ഒരു മാർച്ച് നോക്കുമ്പോൾ ഒരു 20%-ന് മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഈ ഒരു സ്റ്റോക്ക് നിൽക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? ജൂപ്പിറ്റർ വാഗൺസ് ആദ്യം തന്നെ ഓർക്കേണ്ടത് ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിന് ശേഷം നമുക്ക് വലിയൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചത്. എങ്കിലും മാർച്ച് മാസത്തിൽ ഈ സ്റ്റോക്ക് 265-270 ആ ഒരു റേഞ്ചിലൊരു ബോട്ടം ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഗ്രാജുവൽ ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് അട്രാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 385. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേമിൽ നമുക്കൊരു നല്ലൊരു മൂവ്മെന്റ് കാണാൻ സാധിക്കും. അതിന് ശേഷമുള്ള റെസിസ്റ്റൻസ് 408, 430, 455. സർ, അടുത്തൊരു സ്റ്റോക്ക് നമുക്ക് ചോദിക്കാനുള്ളത് നെസ്ലെ ഇന്ത്യ പറ്റിയാണ്. നെസ്ലെ ഇന്ത്യയെ പറ്റി നമുക്കൊരു ന്യൂസ് ലഭ്യമായിട്ടുണ്ട്. ഒഡീഷയിലെ ഗോർദയിൽ കമ്പനി നിർമ്മിക്കാൻ പോകുന്ന ഫാക്ടറിക്ക് തടക്കല്ലിട്ടു എന്നുള്ളൊരു ന്യൂസാണ് ലഭിക്കുന്നത്. ഈ ഒരു ഫാക്ടറി വരുന്നതോടെ ഇന്ത്യയിലെ ഏകദേശം ഒരു 10ാമത്തെ ഫാക്ടറി ആയിട്ടായിരിക്കും ഇത് വരുന്നത്. ആദ്യഘട്ടത്തിൽ 900 കോടി രൂപയുടെ പ്രാരംഭ നിക്ഷേപമാണ് ഈ ഒരു ഫാക്ടറിയിൽ നെസ്ലെ ഇന്ത്യ നടത്താൻ ഇരിക്കുന്നത്. നെസ്ലെ ഇന്ത്യയെ പറ്റി നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നമുക്കൊന്ന് നോക്കാം. നെസ്ലെ ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ സ്റ്റോക്ക്
സ്റ്റോക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിയുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നെസ്ലെ ഇന്ത്യയുടെ കേസിൽ നമുക്ക് കഴിഞ്ഞ 3-4 മാസമായിട്ട് ഒരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. സോ ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു ബൈയിങ് ട്രിഗറും കാണാൻ സാധിക്കുന്നില്ല. മേജർ റെസിസ്റ്റൻസ് 2360 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ABB ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 0.27% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5327 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് സ്റ്റോക്കിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്റ്റോക്ക്. എന്നാൽ കഴിഞ്ഞ മാസത്തിൽ ഒരു 12% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ABB ഇന്ത്യയുടെ കേസിൽ നിലവിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഷോർട്ട് ടേമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്ന 5400 രൂപയിലാണ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 5500, 5700, 5900 ഈ 4 റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് പേടിഎമ്മിൻ്റെ ഓഹരിയാണ്. പേടിഎം നോക്കുമ്പോൾ ഇന്നലെ 2% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 836 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 2 വീക്കുകളായിട്ട് ഇപ്പോൾ ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? പേടിഎമ്മിന്റെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ കഴിഞ്ഞ ഒരു 3 ആഴ്ചയിൽ നടന്നിരിക്കുന്ന ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഈവൻ നമ്മൾ ഫൈനാൻഷ്യൽസിലും ബിസിനസ് ഔട്ട്ലുക്കിലും കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിലും പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 770 രൂപ. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത 2 മേജർ റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 860, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 925. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് മുത്തൂറ്റ് മൈക്രോ ഫൈനാൻസ് ആണ്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ 1.54% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ 133 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കണ്ടിന്യൂസ്ലി ഒരു ഡൗണിലായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മുത്തൂറ്റ് മൈക്രോ ഫിനാൻസ് ലിസ്റ്റിംഗിന് ശേഷം നമ്മളെയൊക്കെ ഒത്തിരി നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്ക് മുത്തൂറ്റ് മൈക്രോ ഫിനാൻസ്. ആൻഡ് ഈ സ്റ്റോക്ക് അറ്റ് ദ മൊമെന്റ് ട്രേഡിംഗ് നടത്തി വരുന്നത് ഇറ്റ് ഇസ് അറ്റ് ദ ഓൾ ടൈം ലോ. സോ ഈ ഒരു സ്റ്റോക്കിലെ ഇൻസിഡന്റ്ലി നമുക്കൊരു 119 രൂപയിൽ നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ബേസ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ ഫൈനാൻഷ്യൽ സ്റ്റഡി ചെയ്യണം. ആൻഡ് ഈ ഒരു സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 142. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു സ്റ്റോക്ക് നമുക്ക് ചോദിക്കാനുള്ളത് സീമെൻസ് ഇന്ത്യയാണ്. സീമെൻസ് ഇന്ത്യയെ പറ്റി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് 0.65% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 5248 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കും നമ്മളൊരു ജനുവരി തൊട്ട് നോക്കുമ്പോഴൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ തന്നെ കഴിഞ്ഞൊരു മാസത്തെ ക്ലോസിങ്ങിൽ ഒരു 14% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സീമെൻസ് ഇന്ത്യ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 5500 രൂപയിൽ കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള 2 മേജർ റെസിസ്റ്റൻസ് 5650 5850 ആയിരിക്കും. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് അപ്പെക്സ് ഫ്രോസൺ ഫുഡ് ലിമിറ്റഡ് ആണ്. നിലവിൽ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഏകദേശം 4.6% ഒരു വലിയ ഇടിവായിരുന്നു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. നിലവിൽ 206 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഏപെക്സ് ഫ്രോസൺ ഫുഡ് വന്നിട്ട് ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് അറ്റ് ദ മൊമെന്റ് ഇതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ
അത് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് സായി ലൈഫ് സയൻസ് ലിമിറ്റഡ് ആണ്. സ്റ്റോക്ക് ഇന്നലെ 1.95% ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു വീക്കിലി പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോഴും കഴിഞ്ഞ കുറച്ച് വീക്കുകളായി ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച ഒരു ന്യൂസ് ലഭ്യമായിട്ടുള്ളത് ഹൈദരാബാദിലെ ഗവേഷണ വികസന ക്യാമ്പസിൽ കമ്പനി പുതിയൊരു ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു എന്നുള്ളൊരു ന്യൂസും ലഭ്യമായിരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സായി ലൈഫ് സയൻസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒത്തിരി നാളായില്ല. കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഈ സ്റ്റോക്കിന്റെ ഒരു ട്രേഡിംഗ് പാറ്റേൺ സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യം തന്നെ ഈ സ്റ്റോക്ക് 760 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 820 രൂപയിലാണ് കാണുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 635 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് കുമ്മിൻസ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. കുമ്മിൻസ് ഇന്ത്യ ലിമിറ്റഡ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 0.62% ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ 3032 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിൽ 12% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. അതിന് മുമ്പത്തെ കുറച്ച് മാസങ്ങൾ നോക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ഇടിവിലായിരുന്നു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ ഇനി താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, ഇന്ന് നമ്മൾ മൂന്നാമത്തെ ഒരു സിമിലർ ബിസിനസ്സിലുള്ള സ്റ്റോക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ നേരത്തെ ABBയെ കുറിച്ച് സംസാരിച്ചു, സീമെൻസിനെ കുറിച്ച് സംസാരിക്കുന്നു, ആൻഡ് ഇപ്പം നമ്മൾ കമിൻസിനെ കുറിച്ച് സംസാരിക്കുന്നു. ഈ 3 സ്റ്റോക്സിന്റെയും സിമിലാരിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നിന്റെയും ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു സൈഡ് വേസ് ആയിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 3 സ്റ്റോക്സിലും നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പും ഫോം ചെയ്യുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കുന്നത്. കമിൻസിന്റെ സ്പെഷ്യൽ കേസിൽ 3090 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 3250 3400 ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2750 സപ്പോർട്ട് ലെവൽ ശ്രദ്ധിച്ചിരിക്കണം. അടുത്ത ഒരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് കാസ്ട്രോൾ ഇന്ത്യ ലിമിറ്റഡ് ആണ്. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ട്രേഡിംഗ് നോക്കാം. കാസ്ട്രോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് കാസ്ട്രോളിൻ്റെ പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 0.9% ഒരു ഇടിവായിരുന്നു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. നിലവിൽ 200 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 3 വീക്സ് ആയിട്ട് ഒരു ഡൗൺലോട്ടാണ് അല്ലെങ്കിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് സ്റ്റോക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കാസ്ട്രോൾ ഇന്ത്യ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോഴേക്കും നല്ല ഫൈനാൻഷ്യൽസ് ഉള്ളത്. ബട്ട് ഈ ഒരു സ്റ്റോക്ക് മാർച്ച് മാസത്തിന്റെ തുടക്കം മുതൽ തന്നെ ഒരു സെല്ലിംഗ് പ്രഷർ നേരിടുന്നുണ്ട്. സോ അതിനെ തുടർന്ന് ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന് വളരെ മേജർ ഒരു സപ്പോർട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് 194 രൂപയില. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 210 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് എക്സാരോ ടൈൽസ് ലിമിറ്റഡ് ആണ്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1.6% ഒരു നേട്ടമാണ് സ്റ്റോക്ക് ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ നിലവിലത്തെ ഒരു പ്രൈസായിട്ട് നമുക്ക് കാണുന്നത് 6 രൂപ എന്നുള്ളൊരു പ്രൈസാണ് കാണുന്നത്. ഈ ഒരു സ്റ്റോക്ക് ഒരു വീക്കിലി അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് വീക്കുകളായി കണ്ടിന്യൂസ് ആയിട്ടൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ കാണുന്ന ഒരു സ്റ്റോക്കാണ് നിലവിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഇനിയൊരു ടേക്ക് എന്താണ്? വിഷ്ണു, ഈ ഒരു സ്റ്റോക്ക് 2021 ലിസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഇൻവെസ്റ്റേഴ്സിനൊക്കെ നിരാശപ്പെടുത്തിയ ഒരു കമ്പനിയാണ് എക്സാരോ ടൈൽസ്. ആൻഡ് അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്ക് ഇതിന്റെ ഓൾ ടൈം ലോ ലെവൽസിൽ ട്രേഡിംഗ് നടത്തി വരുന്നത്. ദിസ് എ പെനി സ്റ്റോക്ക്. ഇത്തരം സ്റ്റോക്സിൽ ട്രേഡിംഗ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. അടുത്ത ഒരു സ്റ്റോക്ക് നമുക്ക് ചോദിക്കാനുള്ളത് നെൽക്കോ ലിമിറ്റഡ് ആണ്. നെൽക്കോ ലിമിറ്റഡിനെ പറ്റി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നിലവിൽ 1.27% നേട്ടമാണ് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൻ്റെ നിലവിലത്തെ പ്രൈസ് 907 എന്നുള്ളൊരു പ്രൈസുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? നെൽക്കോയുടെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് എങ്കിലും ഈ സ്റ്റോക്കിലും ഒരു ട്രെൻഡ് റിവേഴ്സലിനൊരു സാധ്യത കാണുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ 925 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 970, അതിനുശേഷം 1025. 1025 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും.
അതിനുശേഷമുള്ള 2 മേജർ റെസിസ്റ്റൻസ് 1070 1120. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഫിൻപൈപ്പ് ആണ്, അതായത് ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ 1.87% ഒരു നേട്ടത്തിൽ 182 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് ഒക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന സ്റ്റോക്ക് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? This is a small cap stock and ഈ ഒരു സ്റ്റോക്കിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും നിലവിൽ ബെയറിഷായി തന്നെ തുടരുന്നു. എങ്കിലും ഷോർട്ട് ടേമിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 200 രൂപ. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 220, 240 ആയിരിക്കും അതിന്റെ അടുത്ത 2 മേജർ റെസിസ്റ്റൻസ്. കൈവശം ഓൾറെഡി നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 164 രൂപയായിരിക്കും. ഓക്കെ സാർ, നമുക്ക് അടുത്തൊരു സ്റ്റോക്കായിട്ട് ചോദിക്കാനുള്ളത് ടെക് മഹീന്ദ്രയെ പറ്റിയാണ്. ടെക് മഹീന്ദ്രയുടെ ഒരു ട്രേഡിംഗ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ടെക് മഹീന്ദ്ര നിലവിൽ ഇന്നലത്തെ ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നത് ഏകദേശം 3.7% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു നമുക്ക് ഈ ഒരു IT സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. എന്തായാലും ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത് 1369 എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടെക് മഹീന്ദ്രയുടെ കേസ് എടുക്കുമ്പോഴേക്കും ടെക് മഹീന്ദ്ര മറ്റ് മേജർ IT സ്റ്റോക്സിനോടൊപ്പം തന്നെ ഇന്നലെ ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടിരുന്നു. ഇന്നലെ ട്രംപിന്റെ അനൗൺസ്മെന്റിനെ തുടർന്ന് നമുക്ക് IT സ്റ്റോക്സിലായിരുന്നു ഏറ്റവും വലിയ ഒരു സെൽ ഓഫ് കാണാൻ സാധിച്ചത്. അറ്റ് ദ മൊമെന്റ് ടെക് മഹീന്ദ്രയുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 1350 സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സാർ, അടുത്തതായിട്ട് ഒരു സെക്ടറിൻ്റെ ഒരു അനലൈസ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഷോ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ IT സൂചിക നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 4.21% ഒരു വലിയ ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. IT സൂചികയിൽ താങ്കളുടെ ഇനിയൊരു ടേക്ക് എന്താണ്? വിഷ്ണു, അൺഫോർച്ചുനേറ്റ്ലി IT ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് ബെയറിഷായി തുടരുന്നു. നമുക്ക് കഴിഞ്ഞ 2-3 ആഴ്ചത്തെ ആ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നല്ലൊരു സപ്പോർട്ട് ബേസ് 35,600 പോയിന്റിൽ ഫോം ചെയ്യുകയായിരുന്നു. ബട്ട് ഇന്നലത്തെ ആ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനെ തുടർന്ന് ആ ഒരു സെറ്റപ്പ് കംപ്ലീറ്റ്ലി നെഗേറ്റ് ചെയ്തു പോയി ആൻഡ് വീണ്ടും ഒരു ഔട്ട്ലുക്ക് ബെയറിഷായി മാറിയിട്ടുണ്ട്. സോ അറ്റ് ദ മൊമെന്റ് നമ്മൾ ടെക്നോളജി സ്റ്റോക്സിൽ പൂർണ്ണമായിട്ടും ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ആ ഒരു സെക്ടറിൽ മേജർ സ്റ്റോക്സ് ഒക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് ഈ സെക്ടർ റീവിസിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ, ഇത്രയും വിവരങ്ങൾ നമുക്കായി പങ്കുവച്ചതിന്.